ഹായ് ഹലോ, നമുക്കിന്നൊരു ചിക്കൻ കറി എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടി ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് ഗ്രാമ്പും ഇച്ചിരി പെരിഞ്ചീരകവും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാവേ. എന്നിട്ട് ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള 3 സവാള, അത്യാവശ്യം വലുപ്പമല്ല നല്ല വലുപ്പമുള്ള 3 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിനകത്തോട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഞാൻ ചിക്കൻ ഏകദേശം ഒരു 1.5 കിലോ ചിക്കൻ പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് ഒരു കുക്കറിനകത്തോട്ടിട്ട് ഒരു വിസിൽ കേൾപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സ്റ്റോക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ചതച്ച് അതും കൂടി ഇതിനകത്തോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില കൊണ്ട് ഇട്ട് കൊടുക്കാമേ. ഈ സമയത്താണ് കറിവേപ്പില ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോഴത്തേക്ക് നല്ലൊരു മണമൊക്കെ കിട്ടും കേട്ടോ. ആദ്യമേ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് എണ്ണയിൽ കിടന്നൊന്ന് ഇതായിപ്പോവും. ഈ സമയത്തൊന്ന് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സവാളയൊക്കെ ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്ക് നല്ലൊരു മണം കിട്ടും. ഇതൊന്ന് നല്ലപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഞാൻ മറ്റൊരു പാന് ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്ത് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാടൊന്നും മൂപ്പിക്കേണ്ട, ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാമേ. ഞാനിവിടെ ഒരു 1.5 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഞാൻ ഒരു 3-4 പച്ചമുളകും കൂടി നേരത്തെ ചതച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ ഇട്ടതുകൊണ്ട് ഇച്ചിരി എരി കുറച്ചിട്ടാൽ മതി. നമ്മൾ ഓൾറെഡി ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ചിക്കൻ വേവിച്ച് വെച്ചേക്കുന്നത് കൊണ്ടും എരി നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരി ചേർക്കാം. എന്നിട്ട് 1.5 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ചെറുതായിട്ട് ഒരുപാട് മൂപ്പിക്കേണ്ട, ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഒരു പരുവത്തിന് മൂപ്പിച്ചെടുത്ത് നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുന്ന സവാളയിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കാം. എന്നിട്ട് നമുക്കിതൊരു 3/4 സ്പൂൺ ഗരം മസാല ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ചിക്കൻ മസാലയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല, ഞാൻ ഗരം മസാലയാണ് ഇടുന്നത്. അതും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റാം. നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ അത്യാവശ്യം വലുപ്പമുള്ളൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കൊരു മൂടി വെച്ച് അടച്ചിട്ട് ഈ തക്കാളി ഉണ്ടല്ലോ ഒന്ന് വെന്തുടയുന്നത് വരെ ചെറിയൊരു തീയിലിട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളെപ്പോഴും വയ്ക്കുന്ന രീതിയിൽ ഒന്ന് മാറ്റിയൊന്ന് ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. പെട്ടെന്നൊന്ന് തട്ടിക്കൂട്ടൊരു ചിക്കൻ കറി പെട്ടെന്നൊന്ന് റെഡിയാക്കി എടുക്കാം. ഇത് ഇപ്പോൾ കുക്കിംഗ് പഠിച്ച് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാം. ഇത് നമ്മളിപ്പോൾ തക്കാളി വെന്തുടഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ചിക്കൻ വേവിച്ചപ്പോൾ, അതും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ച് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇതും കൂടെ ഒന്ന് ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിക്കാം. മൂടി അടച്ച് വെച്ച് തിളപ്പിക്കാവേ. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഉപ്പൊന്ന് നോക്കാം. നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചപ്പോഴത്തേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. സവാള വഴട്ടാൻ നേരത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് വേണം ഇടാൻ. ഒരു വിസിലാണേ ഞാൻ കേൾപ്പിച്ചത്. അപ്പോൾ മുളകും മഞ്ഞൾപ്പൊടിയും അതൊക്കെ ഒന്ന് പിടിച്ചിരിക്കും അതിൽ. ഇതൊന്ന് തിളച്ച് വരപ്പോഴത്തേക്ക് ചിക്കൻ നമുക്ക് ഓരോ പീസായിട്ട് എടുത്ത് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി വയ്ക്കാവേ. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു മുറി തികച്ചെടുത്തിട്ടില്ല. അതിൻ്റെ തേങ്ങ നല്ലപോലെ അരച്ച് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ തേങ്ങ നമ്മൾ ഒഴിക്കുന്നുണ്ടല്ലോ, അതാണ് നല്ലൊരു ടേസ്റ്റാണ് ഇതിൻ്റെ കറിക്ക്. അതുകൊണ്ട് തേങ്ങ മസ്റ്റാണ്, അത് സ്കിപ്പ് ചെയ്യരുത്. അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലിയില ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒരു 10-25 മിനിറ്റ് ചെറിയ തീയിൽ തന്നെ കിടന്നോട്ടെ. അപ്പോൾ നല്ലൊരു ഇതിൻ്റെ ഗ്രേവിയിലുണ്ടല്ലോ നല്ല ചിക്കൻ്റെ ഇതൊക്കെ അങ്ങ് ഇറങ്ങി നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വേറൊരു ദിവസം വേറൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.